സ്നേഹയുടെ ലോകം മാറിമറിഞ്ഞപ്പോൾ വെറും 21 വയസ്സായിരുന്നു. അവളുടെ അച്ഛൻ രവിയെ അവരുടെ ചെറിയ നാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതൊരു കവർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു. ഒരു വെടിയുണ്ട, സംശയമില്ല, സൂചനകളൊന്നുമില്ല, അതുപോലെ. അത് അടച്ചുപൂട്ടി. പക്ഷേ എന്തോ ശരിയല്ലെന്ന് സ്നേഹയ്ക്ക് അറിയാമായിരുന്നു. അവളുടെ അച്ഛൻ ഒരു ലളിതമായ മനുഷ്യനായിരുന്നു. ഒരു സ്കൂൾ അധ്യാപകൻ. ശത്രുക്കളില്ല, രഹസ്യങ്ങളൊന്നുമില്ല, കുറഞ്ഞത് അവൾ വിശ്വസിച്ചത് അതാണ്. എന്നാൽ ആ രാത്രി പഴയ ഫോട്ടോഗ്രാഫുകൾക്കായി അവന്റെ ഡ്രോയറിൽ കയറിയപ്പോൾ പൂട്ടിയ ഒരു ഡയറി അവൾ കണ്ടെത്തി. അവൻ എപ്പോഴും അടുത്ത് സൂക്ഷിച്ചിരുന്ന ഒരു ഡയറി. മിക്കവാറും എല്ലാ വൈകുന്നേരവും അവൻ അതിൽ എഴുതുന്നത് അവൾ കണ്ടിരുന്നു. ഇപ്പോൾ അത് വായിക്കാൻ അവളുടേതായിരുന്നു. അവൾ വായിച്ചത് എല്ലാം മാറ്റാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് പേജുകൾ സാധാരണമായിരുന്നു. സ്കൂൾ, അവന്റെ വിദ്യാർത്ഥികൾ, അവളുടെ ജന്മദിന പരിപാടികൾ എന്നിവയെക്കുറിച്ചുള്ള കുറിപ്പുകൾ. പക്ഷേ പേജുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന വിചിത്രമായ എൻട്രികൾ ഉണ്ടായിരുന്നു. അവൻ ഇന്ന് വീണ്ടും വന്നു. സ്നേഹയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അവളെ അറിയിക്കാൻ കഴിയില്ല. ഞാൻ ഭൂതകാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഞാൻ കരുതി. പക്ഷേ ഭൂതകാലം ഒരിക്കലും മറക്കില്ല. സ്നേഹ മരവിച്ച നിലയിൽ ഇരുന്നു. ഏത് ഭൂതകാലമാണ്? അവൻ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ സ്നേഹ അധികം ഭക്ഷണം കഴിച്ചില്ല, അധികം സംസാരിച്ചില്ല. അവൾ ഡയറിയുമായി ഇരുന്നു. ആ പേജുകൾ വീണ്ടും വീണ്ടും വായിച്ചു. അവൾ അമ്മയോട് ചോദിച്ചു. പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല. തിരിഞ്ഞു നോക്കി പറഞ്ഞു, നിന്റെ അച്ഛൻ കാരണങ്ങളുണ്ട്. അത് പോകട്ടെ. പക്ഷേ സ്നേഹയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവളുടെ കുടുംബത്തിൽ ആരും പ്രതീക്ഷിക്കാത്തത് അവൾ ചെയ്തു. അവൾ പോലീസ് പരിശീലന അക്കാദമിയിൽ ചേർന്നു. അതിന് അവൾക്ക് 2 വർഷമെടുത്തു. 2 വർഷത്തെ വേതൻ, അച്ചടക്കം, ദൃഢനിശ്ചയം. 23 വയസ്സായപ്പോഴേക്കും അവൾ ഒരു ട്രെയിനി ഓഫീസറായി. പക്ഷേ അവൾക്ക് അത് ഒരു കരിയർ മാത്രമായിരുന്നില്ല, അത് സത്യത്തെക്കുറിച്ചായിരുന്നു. അവളുടെ നാട്ടിൽ പോസ്റ്റ് ചെയ്ത ശേഷം അവൾ നിശബ്ദമായി അന്വേഷിക്കാൻ തുടങ്ങി. അവൾ തന്റെ പിതാവിന്റെ ഫയൽ വീണ്ടും തുറന്നു. അവൾ പോസ്റ്റ്മോർട്ടം, കുറ്റകൃത്യ സ്ഥലത്തെ ഫോട്ടോകൾ, സിസിടിവി ദൃശ്യങ്ങൾ എന്നിവ പരിശോധിച്ചു. അവളുടെ അച്ഛൻ മരിച്ച രാത്രി അവരുടെ ലൈനിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ അവൾ ശ്രദ്ധിച്ചു. അത് യഥാർത്ഥ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അവൾ നമ്പർ കണ്ടെത്തി. വ്യാജ പ്ലേറ്റുകൾ. പക്ഷേ അവൾ നിർത്തിയില്ല. അവൾ ചെന്നൈയിലേക്ക് പോയി. അവളുടെ അച്ഛൻ ഡയറിയിൽ പരാമർശിച്ച നഗരം. അവിടെ അവൾ പഴയ സ്വത്ത് രേഖകൾ, പോലീസ് റിപ്പോർട്ടുകൾ, രവിയുമായി ബന്ധപ്പെട്ട എന്തും തിരഞ്ഞു. അപ്പോഴാണ് അവൾ ഞെട്ടിക്കുന്ന എന്തോ ഒന്ന് കണ്ടെത്തിയത്. അവളുടെ അച്ഛൻ വെറുമൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെന്നൈയിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്നു. ഒരു വിസിൽ ബ്ലോവർ ഒരു വലിയ അഴിമതി തുറന്നുകാട്ടിയതിനെ തുടർന്ന് പിന്നീട് അടച്ചുപൂട്ടിയ ഒരു കമ്പനി, നിയമവിരുദ്ധമായി വെള്ളം വലിച്ചെറിയൽ, വിഷം കലർത്തൽ, നിരവധി കുട്ടികളുടെ മരണം. വിസിൽ ബ്ലോവറുടെ പേര് രവികുമാർ, അവളുടെ അച്ഛൻ. ആ കേസ് ഒരിക്കലും വിചാരണയിൽ എത്തിയില്ല. കമ്പനി അപ്രത്യക്ഷമായി. തെളിവുകൾ അപ്രത്യക്ഷമായി. അത് തുറന്നുകാട്ടിയ ആൾ ഒളിവിൽ പോയി. അദ്ദേഹം നഗരങ്ങൾ മാറ്റി, ജോലി മാറ്റി, തന്റെ ഐഡന്റിറ്റി മാറ്റി. അദ്ദേഹം ഒരു ചെറിയ പട്ടണത്തിൽ ഒരു സ്കൂൾ അധ്യാപകനായി. ഒരു മകളെ വളർത്തി. ഭൂതകാലം മറഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആരോ അവനെ കണ്ടെത്തി. ആരോ അവനെ കൊന്നു. സ്നേഹ ഇപ്പോൾ തീ പിടിച്ചിരുന്നു. ഇത് വെറുമൊരു കേസ് മാത്രമായിരുന്നില്ല, ഇത് അവളുടെ അച്ഛന്റെ ജീവിതമായിരുന്നു. അദ്ദേഹത്തിന്റെ ത്യാഗമായിരുന്നു. ആരോ അത് എടുത്തുകൊണ്ടുപോയി. അവൾ പോലീസ് ഫയലിലേക്ക് തിരിച്ചു. കേസ് കൈകാര്യം ചെയ്ത പഴയ ഉദ്യോഗസ്ഥനെ നോക്കി. ഇപ്പോൾ വിരമിച്ചു. ഒരു വൈകുന്നേരം അവൾ നിശബ്ദമായി അവനെ സന്ദർശിച്ചു. അവൻ ആദ്യം ശാന്തനായിരുന്നു, മര്യാദയുള്ളവനായിരുന്നു. പക്ഷേ അവൾ അവളുടെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോൾ അവന്റെ കൈകൾ ചെറുതായി വിറച്ചു. അവൻ അവൾക്ക് ചായ കൊടുത്തു. അവളുടെ കണ്ണുകളെ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു, വളരെക്കാലമായി. ചില സത്യങ്ങൾ വെറുതെ വിടുന്നതാണ് നല്ലത്. സ്നേഹയ്ക്ക് അത് മതിയായിരുന്നു. അവൾ കമ്പനിയുടെ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞു. മിക്കവരും രാജ്യം വിട്ടിരുന്നു. പക്ഷേ ഒരു പേര് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വിക്രം റാവു, ഇപ്പോഴും ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. ശുക്തൻ, തൊട്ടുകൂടാത്തവൻ. അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവളുടെ ഹൃദയം തകർന്നു. കാരണം വിക്രം റാവു അവൾ കുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ അവളുടെ വീട്ടിൽ വന്നിരുന്ന ആളായിരുന്നു. അവൾ ഓർത്തു, അവൻ അവളുടെ അച്ഛനോടൊപ്പം ചിരിച്ചിരുന്നു. മധുരപലഹാരങ്ങൾ പങ്കിട്ടു. അവൻ ഒരു പഴയ സുഹൃത്ത് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഡയറി മറിച്ചാണ് പറഞ്ഞത്. സ്നേഹ നേരിട്ട് അവന്റെ അടുത്തേക്ക് പോയില്ല. അവൾ കാത്തിരുന്നു, നിരീക്ഷിച്ചു. ആഴ്ചകളോളം അവൾ അവനെ പിന്തുടർന്നു. അവന്റെ പതിവ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അവന്റെ കോണ്ടാക്റ്റുകൾ. പിന്നെ ഒരു ദിവസം അവൾ സാധാരണ വസ്ത്രത്തിൽ അവന്റെ ഓഫീസിലേക്ക് കയറി. ബാഡ്ജ് ഇല്ല, പോക്കറ്റിൽ ഒരു പേന റെക്കോർഡർ മാത്രം. അവൾ ആരാണെന്ന് അവനോട് പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എപ്പോൾ വരുമെന്ന് ഞാൻ ചിന്തിച്ചു. അവൾ ചോദിച്ചു, നീ എന്തിനാണ് അവനെ കൊന്നത്? അവൻ ഉടനെ ഉത്തരം പറഞ്ഞില്ല. വെറുതെ നിന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ നല്ല മനുഷ്യർ നമ്മുടെ ലോകത്ത് അതിജീവിക്കുന്നില്ല. പിന്നെ അവൻ അവളുടെ നേരെ തിരിഞ്ഞു മൃദുവായി പറഞ്ഞു, സൂക്ഷിക്കൂ സ്നേഹ. സത്യം എപ്പോഴും സമാധാനം കൊണ്ടുവരില്ല. അത്രയേ അവൾക്ക് വേണ്ടിയിരുന്നുള്ളൂ.
തെളിവില്ലാതെ അവനെ അറസ്റ്റ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല, പക്ഷേ അവൾക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൾ ചെന്നൈ കേസ് വീണ്ടും അന്വേഷിച്ചു. ഒരിക്കൽ അവളുടെ അച്ഛനോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു വിരമിച്ച പത്രപ്രവർത്തകനെ കണ്ടെത്തി. അവർ ഒരുമിച്ച് പഴയ ഫയലുകൾ കണ്ടെത്തി, ഇല്ലാതാക്കിയ ദൃശ്യങ്ങൾ ശേഖരിച്ചു, അപൂർവമായ ഒന്ന് കണ്ടെത്തി: അവളുടെ അച്ഛനും ഒരു അഭിഭാഷകനും തമ്മിലുള്ള പേരുകൾ പറയുന്ന ഒരു ടേപ്പ് ചെയ്ത സംഭാഷണം. അതോടെ സ്നേഹ കേസ് നിയമപരമായി വീണ്ടും തുറന്നു, ഇത്തവണ മകളായിട്ടല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥയായി. മാസങ്ങൾ എടുത്തു. കോടതി വിചാരണകൾ, മാധ്യമ സമ്മർദ്ദം. പക്ഷേ ഒടുവിൽ ഗൂഢാലോചന, കോർപ്പറേറ്റ് കുറ്റകൃത്യം, നീതിന്യായ തടസ്സം എന്നിവയ്ക്ക് വിക്രം റാവു അറസ്റ്റിലായി. പക്ഷേ സ്നേഹയ്ക്ക് അത് വിജയമായിരുന്നില്ല, കാരണം അവളുടെ അച്ഛൻ അപ്പോഴും പോയിരുന്നില്ല. ഒരു വൈകുന്നേരം അവൾ അവന്റെ പ്രിയപ്പെട്ട ചായക്കടയുടെ പുറത്ത് അവന്റെ ഡയറി പിടിച്ചുനിന്നു. കാറ്റ് ആ പേജുകൾ തുറന്നു. ഒരു വരി അവളുടെ കണ്ണിൽ പതിഞ്ഞു: ഒരു ദിവസം ഞാൻ അപ്രത്യക്ഷയായതിന്റെ കാരണം സ്നേഹയ്ക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിശബ്ദതയ്ക്ക് അവൾ എന്നോട് ക്ഷമിക്കുമെന്നും. അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി. അവൾ മന്ത്രിച്ചു: എനിക്കറിയാം അപ്പ, ഞാൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. അന്നുമുതൽ സ്നേഹ തന്റെ യൂണിഫോം ധരിച്ചത് അഭിമാനത്തോടെ മാത്രമല്ല, ലക്ഷ്യബോധത്തോടെയുമാണ്. മിക്ക ഉദ്യോഗസ്ഥരും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം അവൾ പഠിച്ചു: നീതി എല്ലായ്പ്പോഴും കോടതിമുറികളിൽ നടപ്പാക്കപ്പെടുന്നില്ല, ചിലപ്പോൾ അത് വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ഡയറിയുടെ നിശബ്ദ പേജുകളിൽ, ആരും ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ചോദ്യങ്ങളിൽ, ധൈര്യത്തോടെ സത്യം പിന്തുടരാൻ, അത് വേദനിപ്പിക്കുമ്പോൾ പോലും.